Hi dear students, welcome to another class on arrays. In the last two classes, we were talking more about integer and floating point arrays. In today's class, we will be looking at character arrays in detail and how character arrays can be used to handle strings in C++. So you know what strings are? String is a sequence of characters. We have already learned about string literals, which are sequence of characters enclosed between double quotes. Now imagine you want to input a string into a program. Now for this, what can you use? Here we make use of a character array. A character array that can store many characters. Now we have already seen character variables, normal ordinary variables which can store only one character. But in character arrays, you can store many characters. And this sequence of characters can be treated together as a string. So character arrays are used to store strings. Now let us see how we can declare a character array and initialize it. Like any other arrays, character arrays are also declared in the same syntax. Char, which is a keyword used to denote the character data type, and you have to give a name for the array, my name, and the size of the array should be given in square brackets. ഇങ്ങനെയാണ് നമ്മൾ character arrays declare ചെയ്യുന്നത്. Integer arrays declare ചെയ്തതുപോലെ തന്നെ ഈ character arrays declare ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ character arrayയിലേക്ക് characters store ചെയ്യും. അതിന് initialization എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ character my name of 10 characters store ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു array ആണത്. അതിലേക്ക് നമ്മൾ കുറച്ച് characters store ചെയ്യുന്നു. D E N N I S. അപ്പോൾ ഇവിടെ നമ്മൾ store ചെയ്തിരിക്കുന്നത് 6 characters ആണ്. അപ്പോൾ ഈ 6 characters ആദ്യത്തെ 6 ലൊക്കേഷൻസിലേക്ക് അസൈൻ ചെയ്യുന്നു. And the rest of the bytes memory allocate ചെയ്യുമ്പോൾ ബാക്കിയുള്ള ബൈറ്റുകൾ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുകയും ചെയ്യാം. കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാം. ഓരോ ക്യാരക്ടർ ലൊക്കേഷനിലേക്ക്, ഓരോ മെമ്മറി ലൊക്കേഷനിലേക്ക്, ഓരോ ഇൻഡെക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാം. അതിനുവേണ്ടി ഫോർ ഇൻറ്റ് I is equal to 0, I less than 6, I plus plus C in greater than, that is the input statement. അതിൽ നമ്മൾ ഈ my name, my underscore name ബ്രാക്കറ്റിൽ I കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ലൊക്കേഷനിലേക്കും ഓരോ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇനി അൺലൈക്ക് അതർ അറേസ് there is a little difference between the other arrays and the character array. ഇവിടെ നമ്മൾ ക്യാരക്ടർ അറേസിലേക്ക് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പൈലർ ഈ ക്യാരക്ടർ അറേയുടെ ടെർമിനേറ്റിംഗ് ക്യാരക്ടർ ആയിട്ട് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇൻസെർട്ട് ചെയ്യും. അപ്പൊ അതിനു കൂടിയുള്ള സ്പേസ് നമ്മൾ അവിടെ റിസർവ് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് ആ സ്പെഷ്യൽ ക്യാരക്ടർ? ഒരു \0 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു നൾ ക്യാരക്ടർ നമ്മൾ അതിലേക്ക് അല്ലെങ്കിൽ നമ്മളല്ല ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പൈലർ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാ ക്യാരക്ടർ അറേയുടെയും അവസാനത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു \0 എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്. അതിനെ നൾ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. എസ്കേപ്പ് സീക്വൻസിൽ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിനെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ട്രിങ്ങുകൾക്ക് അല്ലെങ്കിൽ ക്യാരക്ടർ അറേസിന് ചെറിയ പ്രിവിലേജ് കൂടുതലുണ്ട്. മറ്റ് അറേസിനെ അപേക്ഷിച്ച് ക്യാരക്ടർ അറേസിന് ഒരു പ്രിവിലേജ് ഉണ്ട്. അതായത് ക്യാരക്ടർ അറേ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഓരോ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ അറേ ഒരു സിംഗിൾ സാധാരണ വേരിയബിൾ ആയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതായത് ഓരോ ഇൻഡിവിജ്വൽ എലമെന്റ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ എലമെന്റ്സും കൂടി ഒരുമിച്ച് ഒറ്റ വേരിയബിൾ നെയിമിൽ തന്നെ വേണമെങ്കിൽ റീഡ് ചെയ്യാം. അപ്പൊ C in greater than my underscore name എന്ന് മാത്രം മതി. അവിടെ ഇൻഡെക്സോ സബ്സ്ക്രിപ്റ്റോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ട്രിംഗ് വേരിയബിളിലേക്ക് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ എലമെന്റ്സുകളെല്ലാം സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു അറേ എങ്ങനെയാണ് നമ്മൾ മെമ്മറി അതിന്റെ ലേഔട്ട് എന്ന് നമ്മൾ നോക്കാം. ഇവിടെ 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു അറേക്ക് 10 ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു.
അതിൽ 0th ലൊക്കേഷൻ മുതൽ ഇപ്പോൾ 5th ലൊക്കേഷൻ വരെ ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത DENNIS 6 ക്യാരക്ടേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് വിൽ ബി അലോക്കേറ്റഡ് ഫ്രം 0th ലൊക്കേഷൻ ടു 5th ലൊക്കേഷൻ. ഇനി ലാസ്റ്റ് അടുത്ത ലൊക്കേഷനിൽ ഈ \0 എന്ന് പറയുന്ന ക്യാരക്ടർ അലോക്കേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ അറേയുടെ പേര് my_name എന്നാണ്. എലമെന്റ്സ് DENNIS \0 എന്നുള്ളതാണ്. ഈ \0 നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൈലർ ടെർമിനേഷൻ ക്യാരക്ടർ ആയിട്ട് അസൈൻ ചെയ്യുന്നു. അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയുള്ള ഇൻഡെക്സ് ആണ്. പക്ഷെ 9 വരെയുള്ള ഇൻഡെക്സിൽ നമുക്ക് എലമെന്റ്സ് ഇല്ല, നമുക്ക് 6th ഇൻഡെക്സ് വരെ എലമെന്റ്സ് ഉള്ളൂ. ആ 6th ഇൻഡെക്സിലാണ് ലാസ്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ \0 എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അറേസ് ഇനീഷ്യലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അറേസ് ഡിക്ലെയർ ചെയ്യുകയും അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ സ്ട്രിംഗ് വേരിയബിളുകളിലേക്ക്, അതായത് ക്യാരക്ടർ അറേസിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ ആ ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാനുമുള്ള ചില ഓപ്പറേഷൻസ്, അതായത് സ്ട്രിംഗ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ നിങ്ങൾ ഒരു പ്രോഗ്രാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം കാണിക്കാം. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ, ഒരു സ്ട്രിംഗ് റീഡ് ചെയ്യുന്നു, അത് നിങ്ങൾ ആ സ്ട്രിംഗ് ആണ് എൻ്റർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പം നമുക്ക് സാധാരണ പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെ പ്രോഗ്രാം സ്ട്രക്ചർ ഒക്കെ വേണം. നമ്മൾ #include IOStream യൂസിംഗ് നെയിം സ്പേസ് std മെയിൻ ഫംഗ്ഷൻ ഒക്കെ എഴുതിയതിനു ശേഷം ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യും. str(20) അല്ലെങ്കിൽ str(10) നമുക്ക് എത്രയാണ് സൈസ് വേണ്ട അതിനനുസരിച്ച് ഒരു ക്യാരക്ടർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ പറയുന്നു, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് cout enter your name അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് റീഡ് ചെയ്യുന്ന cin സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഇൻഡെക്സിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞു സാധാരണ ഒരു വേരിയബിൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ക്യാരക്ടർ അറേസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് cin my_name. അപ്പൊ അതിനുശേഷം നമ്മളത് ജസ്റ്റ് റീഡ് ചെയ്ത് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യുന്നു. cout you entered അല്ലെങ്കിൽ your name is hello my_name ആ വേരിയബിളിലുള്ള കണ്ടന്റ് എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യണം, റിട്ടേൺ 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഇനി ഇത് പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എൻ്റർ യുവർ നെയിം എന്നൊരു പ്രോംപ്റ്റ് വരും. അവിടെ നമ്മൾ ഒരു നെയിം എൻ്റർ ചെയ്യുന്നു, നമ്മുടെ പേര് എൻ്റർ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഡെന്നീസ് എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഹലോ ഡെന്നീസ് എന്ന് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വേർഡ് ആയിരിക്കില്ല. ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെ ഒന്നിൽ കൂടുതൽ വാക്കുകളുള്ള ഒരു പേരാണെങ്കിൽ അത് മുഴുവൻ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഹലോ ആ ഫസ്റ്റ് നെയിം മാത്രമേ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ cin എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്. അപ്പൊ cin സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു വേരിയബിളിലേക്കാണ്. ആ വേരിയബിളിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ എവിടെയാണോ സ്പേസ് എൻകൗണ്ടർ ചെയ്യുന്നത് ആ സ്പേസ് വരെയുള്ള ഡാറ്റ മാത്രമേ വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു. സ്പേസ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഡാറ്റ റീഡ് ചെയ്യേണ്ടത് അടുത്ത വേരിയബിളിലേക്കാണ്. പക്ഷെ നമ്മളിവിടെ കാസ്കേഡിംഗ് ഓപ്പറേറ്ററോ അടുത്ത വേരിയബിളോ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്, ഒരു വേരിയബിൾ മാത്രം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആദ്യത്തെ ഡാറ്റ ഐറ്റം മാത്രം റീഡ് ചെയ്യുന്നു. അപ്പൊ cin will read only up to the first occurrence of the white space. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സ്ട്രിംഗ് അല്ലെങ്കിൽ ഒരു ലൈനിൽ എൻ്റർ ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ വാക്കുകളുള്ള ഒരു സ്ട്രിംഗ് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. cin ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ റീഡ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ഉണ്ട്, gets എന്ന് പറയുന്നത് കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. gets എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ GETS ബ്രാക്കറ്റിൽ ഈ ക്യാരക്ടർ വേരിയബിൾ അല്ലെങ്കിൽ സ്ട്രിംഗ് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ, ക്യാരക്ടർ അറേ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ അറേയിലേക്ക് നമുക്ക് ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട്, അതായത് \n എൻകൗണ്ടർ ചെയ്യുന്നത്, ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ എൻകൗണ്ടർ ചെയ്യുന്നത് വരെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ cin-ന്റെ പ്രോബ്ലം, സ്ട്രിംഗ് റീഡ് ചെയ്യുമ്പോൾ cin ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് വൈറ്റ് സ്പേസ് വരെ റീഡ് ചെയ്യാന്നുള്ളത്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് gets എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതുപോലെ ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഉണ്ട്, puts എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സ്ട്രിംഗ് വേരിയബിളിലുള്ള ഡാറ്റ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ cout സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാതെ തന്നെ വേണമെങ്കിൽ ഒരു സ്ട്രിംഗ് ഡാറ്റ നമുക്ക് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതായത് സ്ട്രിംഗ് വേരിയബിൾ ആവാം, ആ അതിലുള്ള ഡാറ്റ നമുക്ക് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി puts എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. gets അല്ലെങ്കിൽ gets എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഹെഡർ ഫയൽ എന്ന് പറയുന്നത് cstdio എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. അപ്പൊ ആ ഹെഡർ ഫയൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ gets അല്ലെങ്കിൽ gets എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഇസ് എ കൺസോൾ ഫംഗ്ഷൻ യൂസ് ടു അക്സെപ്റ്റ് ഡാറ്റ
from the keyboard, accept a string from the keyboard. A string will be including white space. White space അടക്കമുള്ള string read ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് gets എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിന്റെ സിന്റാക്സ് ഇതാണ്, gets ബ്രാക്കറ്റിൽ ക്യാരക്ടർ അറേ നെയിം കൊടുക്കുക, ഒരു വേരിയബിൾ ആയിരിക്കും ക്യാരക്ടർ അറേ നെയിം. ഇതേപോലെ തന്നെ ഈ ഹെഡർ ഫയലിലുള്ള മറ്റൊരു ഫംഗ്ഷൻ ആണ്, കൺസോൾ ഫംഗ്ഷൻ ആണ് puts എന്ന് പറയുന്നത്, puts എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ്, അതായത് സ്ട്രിങ് കോൺസ്റ്റന്റ് ആവാം അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ട്രിങ് ഡാറ്റ ആവാം, അത് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. സോ ഇറ്റ് ഈസ് യൂസ് ടു output a string to a monitor. Puts is a function used to output a string onto a monitor, and the syntax is as simple as that. Puts bracket the string variable or the string constant that you want to display onto the monitor. ഇനി ഈ gets ഫംഗ്ഷനും അതുപോലെ scene എന്ന് പറയുന്ന ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളെ ആ കാര്യം കാണിക്കാം. അപ്പോൾ അതായത് ഒന്നിൽ കൂടുതൽ വാക്കുകളുള്ള ഒരു പേര് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് ചെയ്യുന്നതും ഗെറ്റ്സ് ഇൻപുട്ട് ചെയ്യുന്നതും തമ്മിലുള്ള, ഗെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, അതിൽ ഔട്ട്പുട്ടിന്റെ വ്യത്യാസം എന്തായിരിക്കും, അതിന്റെ കാരണം എന്താണ് എന്ന് കാണിക്കുന്ന ഒരു ലൈവ് പ്രോഗ്രാം ഡെമോ നമുക്ക് കണ്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ക്യാരക്ടർ അറേസ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിംഗ് റീഡ് ചെയ്യാൻ വേണ്ടി സീൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതും ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ ലൈവായിട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു സ്ട്രിംഗ് ജസ്റ്റ് റീഡ് ചെയ്യുന്നു, അത് പ്രിന്റ് ചെയ്യുന്നു, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന വ്യത്യസ്തമായ ഔട്ട്പുട്ടുകൾ എന്താണെന്ന് നോക്കാം. ഒരു സ്ട്രിംഗ് ക്യാരക്ടർ അറേ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാം. 20 ക്യാരക്ടേഴ്സ് വരെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്യാം. അതിനുശേഷം ഒരു സ്ട്രിംഗ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയാം. ആ സ്ട്രിംഗ് നമുക്ക് സീൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം റീഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം ജസ്റ്റ് ആ റീഡ് ചെയ്ത സ്ട്രിംഗ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. നമ്മൾ എന്താണ് എൻ്റർ ചെയ്തത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കാം. യു entered. ഓക്കെ, str. നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോഗ്രാമിന്റെ പേര് gets test എന്ന് കൊടുക്കാം. gets test .cpp. നമുക്ക് നമ്മുടെ സ്ഥിരം ഫോൾഡറിൽ സേവ് ചെയ്യാം. സേവ് ചെയ്തു. ഇനി നമുക്കത് കമ്പൈൽ ചെയ്യണം, ബിൽഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു പേര് കൊടുക്കുകയാണ്. നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കൊടുക്കാം. അവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത് യു entered സച്ചിൻ എന്നാണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ആ യു entered സച്ചിൻ മാത്രം കിട്ടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി കണ്ടു, സീൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രിംഗ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ സീൻ റീഡ് ചെയ്യുന്നത് ആദ്യത്തെ സ്പേസ് വരെ, ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് ദ സ്പേസ്, ആ സ്പേസ് വരെ റീഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് സച്ചിൻ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് നെയിം മാത്രമേ റീഡ് ചെയ്തിട്ടുള്ളൂ. ഇത് പ്രിന്റ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് അല്ല, റീഡ് ചെയ്യുമ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. സീനിന് ഓരോ വേരിയബിളുകളിലേക്ക് ഓരോ വാല്യൂസ് ആണ് സാധാരണ സീൻ റീഡ് ചെയ്യുക, സെപ്പറേറ്റഡ് ബൈ സ്പേസ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയും ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ.
കാസ്കേഡിംഗ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമതൊരു സ്ട്രിംഗ് വേരിയബിളിലേക്കും കൂടി ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യപ്പെടുമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഒരു str എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു നോക്കാം. ഗെറ്റ്സ് str. പക്ഷെ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് stdio എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതും കൂടി നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. stdio. ഓക്കെ, ഇനി നമുക്കിത് കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് അതേ നെയിംസ് തന്നെ കൊടുക്കാം. ആ നെയിം കൊടുത്തു. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് യു എന്റേഡ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇവിടെ രണ്ട് നെയിമും, അതായത് രണ്ട് പാർട്ടും, നെയിമിന്റെ രണ്ട് പാർട്ടും റീഡ് ചെയ്തു. അപ്പൊ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റീഡ് ചെയ്യുന്നത് ന്യൂ ലൈൻ ക്യാരക്ടർ വരെയാണ്. അതിനിടയിൽ സ്പേസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ആ സ്പേസ് അടക്കം ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റീഡ് ചെയ്യും. അപ്പൊ ഇതാണ് നമുക്ക് സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് പകരം പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. ഗെറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമുക്ക് അതും കൂടി ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. str. ഓക്കെ, ഒന്നുകൂടെ കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. നമുക്കതേ സ്ക്രീൻ തന്നെ കൊടുക്കാം. ഓക്കെ, യു എന്റേഡ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇത്തവണ ഡിസ്പ്ലേ ചെയ്തത് cout സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടല്ല, ആ str എന്ന് പറയുന്ന വേരിയബിൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതാണ് cin-ഉം gets-ഉം തമ്മിലുള്ള വ്യത്യാസം. cin reads only up to the first occurrence of the space, whereas gets reads up to the new line character. Enter അടിക്കുന്ന വരെയുള്ള ന്യൂ ലൈൻ ക്യാരക്ടർ എൻകൗണ്ടർ ചെയ്യുന്ന വരെയുള്ള ലൈൻ ആണ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റീഡ് ചെയ്യുന്നത്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.